നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് ഒരു വാഴത്തോട്ടത്തിലാണ്. നമ്മുടെ ഈ വാഴത്തോട്ടത്തിൻ്റെ അകത്ത് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ കുലയ്ക്കുന്നതിൻ്റെ മുന്നേ ഉള്ള ഒരു സ്റ്റേജാണ്. അപ്പോൾ ഈ കുലയ്ക്കുന്ന മുന്നേ ഉള്ള സ്റ്റേജിൻ്റെ അകത്ത് ഇതേപോലെ ഇപ്പോൾ നമ്മൾ ഈ ഒരു വാഴയുടെ മേലെ സൈഡിൽ കൂടി ഇതേപോലെയുള്ള ഒരു കരിച്ചിൽ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു കരിച്ചിൽ ഇതേപോലെയുള്ള പാറ്റേണിൻ്റെ അകത്തുള്ള കരിച്ചിൽ എന്ന് പറയുന്നത് നമുക്ക് പൊട്ടാഷിൻ്റെ ഒരു പിന്നെ ഡെഫിഷ്യൻസി. അപ്പോൾ ഈ പൊട്ടാഷിൻ്റെ ഈ ഒരു പ്രശ്നത്തിൻ്റെ അകത്ത് നമുക്ക് ഈ ചൂട് കാലത്ത് നമ്മൾ എങ്ങനെയാണ് നമുക്ക് നോക്കുക, എങ്ങനെയാണ് അതിനെ പരിഹരിക്കാൻ പറ്റുക എന്നുള്ളതിൻ്റെ അകത്താണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കേണ്ടത് നല്ല SOP നമ്മൾ വാങ്ങിക്കാൻ കിട്ടും. നല്ല SOPൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ 5 ഗ്രാം, ഒരു ലിറ്ററിൻ്റെ അകത്ത് 5 ഗ്രാം എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ നമുക്കിപ്പോൾ ചൂട് കൂടിയ സമയമാണ്. അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടോണിക്കാണ്, അതായത് നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ബയോസ്റ്റിമുലൻ്റാണ് 5G എന്ന് പറയുന്നത്. അപ്പം 5Gൻ്റെ പറ്റി ഞാൻ പറയാം. ഇപ്പോൾ ഈ 5Gൻ്റെ അകത്ത് നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമിക് ആസിഡ് വരുന്നുണ്ട്, അമിനോ ആസിഡ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഹ്യൂമിക്കും അമിനോവും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചൂടിൻ്റെ സമയത്ത് നമ്മുടെ ചെടികൾക്ക് എന്താ പറയുക നല്ല രീതിയിൽ ഹരിതകം ഉണ്ടാവാനും അതേപോലെ തന്നെ ചെടിയുടെ ഹരിതകത്തിനെ കാത്തു സൂക്ഷിക്കാനും ചെടിക്കുള്ള എന്താ പറയുക ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റാനൊക്കെ നമുക്ക് ഇത് സഹായിക്കും. കൂടാതെ നമുക്ക് എന്താ പറയുക ഫെർട്ടിലൈസറിനെ നന്നായിട്ട് മുകളിലേക്ക് ആഗിരണം ചെയ്യിപ്പിക്കാനൊക്കെ നമുക്കിത് സാധിക്കും. നമുക്കുള്ള ചൂട് കാലാവസ്ഥയെ ഒന്ന് പ്രതിരോധിക്കാനും ഹ്യൂമിക്കും അമിനോവും നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഹ്യൂമിക്കും അമിനോവും കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്നത് വെച്ചാൽ അൽജിനിക് ആസിഡ് വരുന്നുണ്ട്, അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് വരുന്നുണ്ട്, വിറ്റമിൻസ് വരുന്നുണ്ട്, ഫൽവിക് അമിനോ, അതേപോലെ തന്നെ ഓക്സാലിക് ആസിഡ്, സക്സീലിക് ആസിഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അത് കയറി വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ചെടിയെ നന്നായിട്ട് ഉത്തേജിപ്പിക്കാനും നല്ല രീതിയിൽ അതിൻ്റെ വളർച്ചയിലേക്ക് കൊണ്ടുവരാനും നമ്മളെ സഹായിക്കുന്നതാണ്. കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് NPK വരുന്നുണ്ട്. NPK ട്രേസ് എനോമെൻറ്റിലാണ് വരുന്നത്. അതുകൂടെ തന്നെ ഇതിൻ്റെ അകത്ത് എന്താ വെച്ചാൽ മൈക്രോ ന്യൂട്രിയൻസും വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു പ്രശ്നത്തിൻ്റെ അകത്ത് തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം കാൽസ്യത്തിൻ്റെ ബോറോണിൻ്റെ ഇഷ്യൂ കാണാം. പക്ഷേ കാൽസ്യം ബോറോണും നമുക്ക് ഇപ്പോൾ ചൂട് ടൈമിൽ കൊടുക്കാൻ നമുക്ക് ഈ ഒരു സ്റ്റിമുലൻ്റ് വഴി കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു സാധനത്തിൻ്റെ അകത്ത് ഒരു പരിധി വരെയുള്ള നമുക്ക് എന്താ പറയുക ഒരു വികാസം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. കോശത്തിൻ്റെ ഒരു വികാസം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം ഇതിൻ്റെ അകത്ത് കാൽസ്യം ബോറോണോ ഓക്സൈഡ് ഫോമിൽ ഉള്ളതുകൊണ്ടാണ് നമുക്കത് വരുന്നത്. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന SOPൻ്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റിമുലൻ്റാണ് 5G എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5G നമുക്ക് ഈ ഒരു സമയത്ത് കൊടുക്കാം. പക്ഷേ നമ്മളുടെ കായ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 5Gയിലേക്ക് പോകരുത്. നമ്മൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ഗിബർലിക് ആസിഡ് കിട്ടുന്ന രീതിയിലേക്ക് വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഈ കൊല ചാടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്റ്റിമുലൻറ്റിനകത്തേക്ക് പോകാൻ പാടില്ല. നമുക്ക് അന്നേരം ഉപയോഗിക്കേണ്ട ഗിബർലിക് ആസിഡാണ്. ഗിബർലിക് ആസിഡ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് 2 ml ഒരു ലിറ്ററിൻ്റെ അകത്ത്, അതും അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഈ കാൽസ്യം ബോറോണിൻ്റെ ഡെഫിഷ്യൻസിൻ്റെ കാൽസ്യം ബോറോൺ നമുക്ക് കൊടുക്കാം. അതല്ല SOP കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് നല്ലതായിരിക്കും. ഗിബർലിക് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് 0.1% അടുത്തുള്ള നമ്മളെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് നമ്മൾ 2 ml ആണ് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൻ്റെ അകത്തേക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ആ മൈന്യൂട്ടായിട്ട് കൊടുക്കുക, അധികം കൊടുക്കാതെ വെക്കുക. ഈ ഒരു രീതിയിൽ നമ്മളുടെ ഒരു ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെടീൻ്റെ നമ്മളുടെ എന്താ വെച്ചാൽ ഈ കൊലേൻ്റെ കായ്ക്ക് നല്ല വണ്ണവും അതേപോലെ തന്നെ അതിൻ്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ കിട്ടും, ടേസ്റ്റും കിട്ടും. ആ ഒരു രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്താ വെച്ചാൽ കൊലയ്ക്കുന്നതിന് മുന്നേ ഈ പൊട്ടാഷിൻ്റെ അഭാവം കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ചൂടുള്ളതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് മറികടക്കാനും ചെടിക്ക് ഒരു വളത്തിന് കൊടുക്കാൻ പറ്റുന്നത്രയ്ക്ക് നമുക്ക് ചെടീൻ്റെ കരുത്ത് കൊണ്ടുവരാനും വേണ്ടിയിട്ട് നിങ്ങൾ ഈ 5G ഉപയോഗിക്കുക. നമ്മുടെ കൊല വന്നതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ SOP ഉപയോഗിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഗിബർലിക് ആസിഡ് നമുക്ക് ഉപയോഗിച്ച് ചേർത്ത് ചെയ്യുക. നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ കൂടുതൽ കാര്യമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.